ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യാൻ പോകുന്നത് പേരയ്ക്ക കൊണ്ടൊരു ബട്ടർ കേക്കാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പേരയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. പേരയ്ക്കെല്ലാം നമുക്ക് തോലോടുകൂടി തന്നെ കഷ്ണങ്ങളാക്കി എടുക്കണം. കഷ്ണങ്ങളാക്കിയ പേരയ്ക്കെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം അരച്ച് എടുത്ത് മാറ്റി വെച്ചേക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ്. ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് പൊടിച്ച പഞ്ചസാര ഒരു 100 ഗ്രാം ആണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് മൈദമാവാണ്. മൈദമാവ് ഒരു 125 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് 1 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു ബൗളിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പകുതി പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് നിരടിയാൽ തന്നെ ബട്ടറും മിൽക്കും മുട്ടയൊക്കെ ഒന്നും ചേർക്കാൻ പാടില്ല. അതിൻ്റെ തണുപ്പെല്ലാം മാറിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി നമുക്ക് ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കൂടുതലാണെന്ന് തോന്നിയാൽ 1-2 സ്പൂൺ കുറച്ച് ഇടാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവൊക്കെ സൈഡിൽ നിന്ന് ഒതുക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പേരയ്ക്ക കഷ്ണങ്ങൾ അരച്ച് വെച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മിക്സിയിലിട്ട് കൂടി ഈ കേക്ക് തയ്യാർ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം പകുതി ഇട്ടാൽ മതിയാകും. അതൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് മാവെല്ലാം കൂടി ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇനി കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഒരു 3 സ്പൂൺ കണക്കാക്കി പാലൊഴിച്ച് കൊടുത്താൽ മതിയാകും. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്ത ഗ്രീനാണ് ചേർത്ത് കൊടുക്കുന്നത്. കളർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കേക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇഡ്ഡലി കുക്കറിലിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് ആണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ചെറുതായി തട്ടി ബബിൾസൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗോവ സ്പോഞ്ച് ബട്ടർ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. തൊട്ടാൽ തന്നെ പൊടിയുന്നത് പോലെയാണ്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.